ആദ്യമായിട്ട് അവിടെ ഇടിവിട്ടെന്ന് കേൾക്കുന്നത്. കണ്ടോ പതപതാന്ന് പതയ്ക്കുന്നു. ഞങ്ങള് വിടുമെന്ന് അറിയില്ല, എന്ന് പോകുമ്പോ അറിയാം. കില്ലാടി തന്നെ. പറഞ്ഞേ ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ കിച്ചണിലാണുള്ളത്. ഞങ്ങളിപ്പോ കിച്ചണിലുള്ള ഞങ്ങളൊരു സാധനം ബേബിനെ ഉറക്കി അവിടെ ചേച്ചീന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. അയ്യോ കഴുത്ത്. സിനിമ കാണാൻ പോവാന്ന് പ്ലാൻ ഇട്ടേ, പക്ഷെ ഇതൊരു പ്രശ്നമുണ്ട്. 2018 പറഞ്ഞ സിനിമയില്ലേ, അതിന് വേണ്ടിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് പോകാൻ പറ്റത്തില്ല. പ്ലാനൊക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞാണ് ഓർത്തത് നമ്മുടെ ബേബി കുഞ്ഞു ബേബി അല്ലേ. അപ്പൊ ഞങ്ങള് വീട്ടിലിരുന്നിട്ട് എന്ത് കാണും? നമ്മള് വീട്ടിൽ ഇരുന്നിട്ട് ഫോണിൽ സിനിമ കാണും. ഞാൻ ഉറങ്ങും. ഫോണില് നമ്മുടെ ഞങ്ങള് സിനിമ പറഞ്ഞിട്ട് ഫോണില് സിനിമ വെക്കും, എന്നിട്ട് നടക്കും, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പൊ ഇതാ ചേച്ചി ഇന്ന് പിന്നെയും സർപ്രൈസ് വന്നോണ്ടിരിക്കുകയാണ്. ചേച്ചി ഇപ്പൊ വന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്താ ഉണ്ടാക്കാൻ പോന്നെ? പഴംപൊരി ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റാത്തതിന്റെ സങ്കടം ചേച്ചി ഞങ്ങൾക്ക് പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഈ പിള്ളേരെ ഓർക്കി കിടത്തിയിട്ട് അമ്മമാര് സിനിമയ്ക്ക് പോകുമ്പോ പറയുമ്പോ ഒരു പഴംപൊരി പോലും കൊടുത്തു വെക്കരുത് ചേച്ചി. ആനേന്റെ തുമ്പിക്കൈ, ആനേന്റെ മൂക്ക് പോലത്തെ കൈയുണ്ട് ഇച്ചക്കീന്ന്. ആനന്റെ തുമ്പിക്കൈ കൈ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ലാണ്ട് ആനേന്റെ കൈ പോലെയുള്ള കൈ ഉണ്ട് നല്ലല്ലോ പറഞ്ഞേ. തുമ്പിക്കൈ പോലത്തെ കൈ ഉണ്ടെന്ന്. തുമ്പിക്കൈ കൈയല്ല. ചേച്ചിയോട് ചോദിച്ചു നോക്ക്. ആന മറ്റേ വാഴക്കൊല കഴിക്കുന്ന പോലെ സ്ട്രോബറി കയറിക്കൊണ്ടിരിക്കുക. ആന വാഴക്കൊല തിന്നുന്നത് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ ആന വാഴക്കൊല തിന്നല്ലേ വെച്ചേ. ആന തിന്നാ പൊന്നുവിന് പഴംപൊരി കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഭ്രാന്തായി പോയിട്ടോ. ഏത്തപ്പഴത്തിന്റെ പഴംപൊരി കിട്ടും പറഞ്ഞപ്പോഴേ ഏത്തപ്പഴം കണ്ടപ്പോഴത്തേക്കും കണ്ണില് ബ്ലിങ്കിയായി. ഇവിടെ ഏത്തപ്പഴം അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ധർമ്മജൻ സിംഗ് അല്ലേ? ധർമ്മജൻ സിംഗ് അല്ലേടി, ഹർഭജൻ സിംഗ്. ചേച്ചിന്റെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള പഴംപൊരിയാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത്. ചേച്ചി ഇൻഗ്രീഡിയൻസ് പറയൂ. മൈദ, മഞ്ഞപ്പൊടി, ജീരകം, ഇച്ചിരി വെള്ളം. എന്നിട്ട് ഏത്തപ്പഴം ഇതാ ഇതേപോലെ ഇങ്ങനെ ഉടുപ്പൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അല്ല ഇൻഡാലയത്തിന്റെ അല്ലേ ഇത്? ഇരുമ്പിന്റെയോ? ഇരുമ്പിന്റെ ചീഞ്ചട്ടി അവിടെ കുഴച്ച് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി. കൈ മുക്കി നോക്ക്, ഫിംഗർ ചിപ്സ് കിട്ടുമല്ലോ. ചൂടായിട്ടൊന്നുമില്ല, വാവും പറയുന്നൊന്നും കേട്ടിട്ട് ചേച്ചി ഇടണ്ട പഴംപൊരി. ഇച്ച ഈ പാത്രം ഇൻഡാലയത്തിന്റെ ആണോ ഇരുമ്പിന്റെ ആണോ? കള്ള എന്തുവാടാ നീ പറയുന്നേ? എന്റെ പൊന്നു നീ എവിടെ ഓട്ടം പോയിട്ട് ഓർക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് അവിടെ ഇടിവെട്ടെന്ന് കേൾക്കുന്നത് ഇവിടെ വന്നിട്ട്. അപ്പൊ ഇടിവെട്ടി സ്ഥിതിക്ക് നമ്മള് ഇന്ന് ഇടിവെട്ട് കൂണത്തോരൻ ആണ് വെക്കുന്നത്. നിന്നെ കാണിക്ക്, എന്താണ് എന്നെ കാണിക്കുന്നത്? ഇടിവെട്ട് കൂൺതോരൻ. കണ്ടോ പതപതാന്ന് പതയ്ക്കുന്നു. തൃശ്ശൂരിലെ സ്പെഷ്യൽ പഴംപൊരി ആട്ടോ. എന്താ തൃശ്ശൂരിലെ സ്പെഷ്യല്? തൃശ്ശൂരിലെ സ്പെഷ്യൽ പഴംപൊരി. തൃശ്ശൂരിൽ നീ പഴംപൊരി കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ വയനാട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാനും തൃശ്ശൂരാ. അത് നമ്മുടെ നാട്ടിൽ കട കിട്ടൂലേ? എന്ത്? പഴംപൊരിയും ബീഫും. പഴംപൊരിയും ബീഫ് കറിയും. പഴംപൊരിയും ബീഫും അടിപൊളിയല്ലേ? എന്തോട്ടാ കിടാവേ? നമ്മുടെ നാട്ടില് കിടാവ് എന്ന് വിളിക്കുന്ന പശുവിനെ ആട്ടോ. പശുവിന്റെ കുഞ്ഞിനെ കിടാവ് എന്ന് വിളിക്കുന്നത്. നിന്നെ കാണാൻ പശുവിന്റെ കുഞ്ഞിനെ പോലെ തന്നെ. എന്നെ കാണുമ്പോ എന്തൊക്കെയാ പറയുന്നത്? ഇത്ര നേരം ആനയായിരുന്നു, ഇപ്പൊ പശുവായി. പശു കിടാവ്. ഈ തുമ്പിക്കൈ ഉള്ളവിടെ ആനയെ പോലെ തന്നെ ഉണ്ട്. പുറകിലാന്നുള്ളൂ. അത് തോക്കല്ലടി. ഞാൻ എടുത്ത് വെച്ച അവിടെ. ഞാൻ മറ്റേ ഇതില് കണ്ടിട്ടുണ്ട് സിനിമയില്. എന്ത്? ഇതിന്റെ ഒക്കെ ലാമ്പൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ മണക്കണ
നിന്റെ പെടലി ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. പെടലി മുളുക്കിയിരിക്കുക, അതും വെച്ചിട്ടാണ് ഈ പെണ്ണി കളി കളിക്കുന്നത്. ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ. എന്തായാലും കാറ്റും ഉണ്ട്, നല്ലോണം ഇടി വെട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വീടിന്റെ ഭിത്തിയൊക്കെ ഉണ്ട്, പഴയ വീടിന്റെ ഭിത്തിയൊക്കെ പോലെ നമ്മുടെ ഇഷ്ടികക്കട്ടയും കൊണ്ട്, പണ്ടത്തെ ഇഷ്ടികക്കട്ടയൊക്കെ ഇല്ലേ, ഇതേതോ കാലത്ത് പണിത ബിൽഡിംഗ് ആണ് കേട്ടോ. അടിപൊളിയാണ്, ഉള്ളിൽ ഭയങ്കര രസമാണ്. മഴക്കാറൊക്കെ ഉണ്ട്, ഏത് സമയം ഒരു മഴ പ്രതീക്ഷിക്കാം. ഇവർ 2018 ഇപ്പൊ പടം കാണാൻ വേണ്ടി പോവാട്ടോ. വെള്ളപ്പൊക്കത്തിന്റെ പുത്തുമലയില് ഉരുൾപൊട്ടി, ഇപ്പം കുറെ ആൾക്കാരെ മാറ്റിയൊക്കെ താമസിച്ചപ്പോ കുറെ കിറ്റ്, അതായത് അരി കിറ്റ് സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഉരുൾപൊട്ടല് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തില്ല, മറ്റേ വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ. പലയിടത്തുനിന്ന് ആൾക്കാർ വരുന്നില്ലായിരുന്നോ? പലയിടത്തുനിന്ന് ആൾക്കാര് ഇങ്ങനെ സാധനങ്ങളും. ചേട്ടാ എന്താ നിങ്ങൾ പടം കാണാൻ പോകുമ്പോ ചേട്ടക്ക് അതൊക്കെ ഒരു ഓർമ്മയാവും, ഒരു പുതിയ ഓർമ്മയാവും. പുതിയ ഓർമ്മയല്ല, പഴയ ഓർമ്മ. സെറ്റ് കിട്ടല്ലോ ഒന്ന് കാണാൻ പോയിട്ടാ. ഇവർ 2018 പ്രളയം കാണുമ്പോൾ നമ്മൾ രോമാഞ്ചിക്കും. അറിയോ ഞാൻ രോമാഞ്ചത്ത് സിനിമയ്ക്ക് അതാണ് കേട്ടോ. കുഞ്ഞിതല്ലേ നമ്മുടെ സ്കൈ ബേബി, കുഞ്ഞിതായതുകൊണ്ട് നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റാത്ത. തിയേറ്ററിലൊന്നും കയറ്റാനായിട്ടില്ലല്ലോ. തിയേറ്ററിൽ കയറ്റാൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോകാം. ഇവനെ പോലെ കേറ്റത്തില്ല. ഇവനെ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് പോയിട്ട് അവരെ സിനിമയ്ക്ക് തിയേറ്ററിൽ കയറ്റില്ല എന്നിട്ട് ഇറക്കി വിട്ടു. ഞങ്ങള് വിടുമെന്ന് അറിയില്ല, എന്ന് പോകുമ്പോ അറിയാം. നമ്മുടെ നാട്ടിൽ എത്ര നാട്ടിൽ എത്ര സിനിമ ഉണ്ടതാ. ഇവൻ ഇതിനും ചെറുതായിരിക്കുമ്പോഴല്ല അവിടെ ഇവിടെ വന്നിട്ട് ഞങ്ങള് 2-3 സിനിമ കണ്ടു. കൺമിഷല്ല, മാർക്കറാണോ? തെളിവ് നോക്കിയതാണോ? തെളിവ് നോക്കിയതാ. അപ്പൊ എന്തായാലും നല്ല മഴക്കോളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ പെയ്യുന്ന തോന്നുന്നേ. ഇപ്പൊ പൊട്ടും പറഞ്ഞിട്ട് പൊട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ട്. ഇടിവെട്ടും മിന്നലൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് നാട്ടിൽ ഇടിവെട്ടൊക്കെ എന്ത് രസാലേ. ഇവിടെ എത്ര ഇടിവെട്ടില്ല. ഇവിടെ മഴ ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാ ഇടിവെട്ട് കാണുന്നേ. ഇവിടുത്തെ മഴ ഒരു നമ്മുടെ എന്താ പറയാ, മഴത്തുള്ളി എന്നൊക്കെ പറഞ്ഞ ഒരു ചക്കക്കുരുവിന്റെ അത്രയൊക്കെ ഉണ്ടാവും. ഇത് മറ്റേ കൊച്ചു സന്തോഷങ്ങളിലെ ആമ ഇത്ര വലിയ ആമയുണ്ടായിരുന്നു. ശരിക്കും പറ എത്ര ആമയുണ്ടായിരുന്നു? ഇത്ര ആമയുണ്ടായിരുന്നു. ശരിക്കും എത്ര ആമ ഇത്ര ചക്കക്കുരു ഉണ്ടായി വരുമ്പോ എന്ത് തള്ളാടി നീ തള്ളുന്നേ. ഇത് ചക്കക്കുരുവിന് അത്ര വലിയ തള്ളെന്ന് പറഞ്ഞ പോലെ. എടാ നീ എന്നെയല്ല കാണിക്കുന്നത്, കുഴപ്പമില്ല. ഇപ്പോഴോ ഞാൻ തന്നെ തൃശ്ശൂർ സ്റ്റൈൽ പഴംപൊരി കേട്ടോ. സന്തോഷായി. പൊള്ളും ചൂട്. ഹാപ്പി ആയോ പഴംപൊരി കിട്ടിയപ്പോ? എന്നാ കയ്യൊക്കെ ചുരുട്ടിക്കിരുന്നുണ്ട്. ഇപ്പൊ കിട്ടും. ചെക്കനാണ് ഇത്. നോ പിന്നെ പറയാ ഒന്ന് എന്താ അല്ല പഴംപൊരി സന്തോഷം. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ പഴംപൊരി കഴിക്കണമെന്ന് പൊന്നു സന്തോഷം വന്നാൽ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെയുള്ള പാട്ടല്ല, ഇത് എന്റെ ഡൂഡ് എനിക്ക് വേണ്ടിട്ട് പ്രത്യേകം എഴുതി തയ്യാറാക്കിയ പാട്ടാണ്. അടിപൊളി അല്ലേ? 1.5 വർഷമായി പഴംപൊരി കഴിച്ചിട്ട്. ആ 1.5 വർഷത്തിന് ശേഷം ഇപ്പൊ പഴംപൊരി കഴിക്കുമ്പോണ്ടല്ലോ സാറേ, ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ട് നാക്കിലൊരു പ്രത്യേക ടേസ്റ്റ്. രണ്ടെണ്ണം ഓരോന്ന് കഴിക്കടി. അല്ല അത് ഇങ്ങനെ പെട്ടെന്ന് തീർന്നു പോയാലോ. ആ ഇനി വീഡിയോ എടുത്തോണ്ടിരുന്നാലേ എന്റെ കൈക്ക് നടക്കൂല. ഞാൻ പറഞ്ഞു രമേശ് പറഞ്ഞു. അതിന് ഡയലോഗില്ലേ പഴംപൊരി നിന്നിട്ട് പറയുന്നത്, അത് രമേശ് അല്ലടാ രതീഷാണ്. രതീഷ് ഉണരൂ രതീഷ് നമ്മൾ പറയില്ലേ, ആ രതീഷിനെ ആ രമേശിനെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഇവര് കാരണം കളിയാക്കിയതാണ് കേട്ടോ. പക്ഷെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് പഴംപൊരി ഉണ്ടാക്കി. നിന്റെ രമേശിനെ ഞാൻ രമേശ് വിളിച്ച് കഴിക്കും നിന്നെ. കുഞ്ഞു ബേബികൾ തന്നില്ലേ തവണ. കുഞ്ഞു ബേബിക്ക് ആവശ്യത്തിന് രമേശ് എത്തിച്ചാൽ മതി. കുഞ്ഞു ബേബിക്ക് രമേശ് കിട്ടിയിട്ട് വേണ്ടേ? എന്റെ മോനെ എന്താടി
നീ ഒരു കില്ലാടി തന്നെ അതെന്താ എങ്ങനെ പറഞ്ഞേ? ഇച്ചേ കൂണും ഇത് കൂണ് തോരൻ, ഇത് ചിക്കൻ റോസ്റ്റ്. ചിക്കൻ കറി. ചിക്കൻ കറിയല്ല, ചിക്കൻ റോസ്റ്റാ. തൃശ്ശൂർ സ്റ്റൈലാ. തൃശ്ശൂർ സ്റ്റൈല് ചിക്കൻ റോസ്റ്റ്. നമ്മുടെ വയനാട് സ്റ്റൈല് കൂണ് തോരൻ. അതെ, വയനാട് സ്റ്റൈലൊന്നും അല്ല, നമുക്ക് അറിയാവുന്ന രീതി വെച്ചാട്ടോ. അപ്പൊ ഇതാ ഇടിവെട്ടി, മഴ പെയ്തില്ല, ഇടിവെട്ടി മിന്നലും വന്ന് കാറ്റും അടിച്ച്. ഇടിവെട്ടി, പക്ഷെ മഴ മാത്രം പെയ്തില്ല കേട്ടോ. നമ്മൾ ഇടിവെട്ടി സ്ഥിതിക്ക് എന്തായാലും കൂണ് തോരൻ റെഡിയാക്കി. ഞങ്ങള് പഴംപൊരിയും കഴിച്ചു. പക്ഷേ നമ്മുടെ പഴംപൊരി അടിപൊളിയായിരുന്നു അല്ലേ? നല്ല അടിപൊളി പഴംപൊരി ആയിരുന്നു കേട്ടോ. വെള്ള കളറ് എള്ളൊക്കെ ഇട്ടിട്ട്. ഇത് ഞാൻ പിടിക്കാം. അത് നീ പിടിക്കുന്നേ? വെള്ള അത് എന്നെ എന്തിലോ നീ എങ്ങനെ ഇരിക്കുന്നേ? നിന്നെ പ്രേതത്തിനെ കണ്ടു ഞാൻ. ഈ ഇച്ചല്ലേ കൂട്ടുകാരെ, കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കില്ല. കണ്ടോ, മോള് വരെ പറഞ്ഞു സത്യം. അപ്പൊ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കില്ല. തമാശയല്ല, കുടലൊക്കെ ചുരുങ്ങി പോയുണ്ടല്ലോ. അങ്ങനെയാണ് ഈ അൾസറും കാര്യങ്ങളൊക്കെ വരുന്നത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നതാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം. നീ കഴിക്കണം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മളവിടെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു. ചോറും ചിക്കൻ കറിയും കൂണ് തോരനും എല്ലാം കൂടെ കൂട്ടി കഴിച്ചോ. എന്നിട്ടാണ്ട് ഇപ്പൊ ഞങ്ങള് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കയ്യില് എന്താ എന്ത് ഒന്നുമില്ല. അപ്പൊ ഇതാ ഞങ്ങളിവിടെ. അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ട് ചോറൊക്കെ കുഞ്ഞു ബേബി ഇരുന്നിട്ടാട്ടോ ടി വി കാണുന്നേ. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ സിനിമ കാണും. അവരിരുന്ന് കാണും. അപ്പൊ നീ എന്റെ അടുത്ത് വാടാ, ഫ്രണ്ട്ഷിപ്പ് കൂടാവാ. അവ ചോക്കോബാർ ഉണ്ട് ഞങ്ങളുടെ കയ്യില്. ചോക്കോബാർ എനിക്ക് കണ്ട എത്ര തണുപ്പോ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മള് ഈ ചോക്കോബാർ കഴിക്കുക കേട്ടോ. എന്തിനാ? 10K ഫാമിലി കൂടി എല്ലാവർക്കും വേണ്ടിട്ട്, കൂടി എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട് അങ്ങനെ 10K കൂട്ടുകാർക്ക്, നമ്മുടെ കുടുംബത്തിലെ 10,000 ആൾക്കാർക്ക് വേണ്ടിട്ട് താണ്ടേ ചോക്കോബാർ കഴിച്ചോ. അത് തണുപ്പുണ്ടാവുകയെ കേട്ടോ. ജലദോഷം പിടിക്കാണ്ട് നോക്കണേ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സൂപ്പർ ഡാഡി ചലഞ്ച് നീ ജയിച്ച കിസ്. വേണ്ട പെട്ടെന്നാട്ട്. അപ്പൊ പൊന്ന് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ഡാഡി ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആയപ്പോ പൊന്ന് താണ്ടെ ഒരു വന്നിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ. നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. പൊന്മണി സൂപ്പർ ഡാഡി അല്ലേടാ. ഒരു